സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ റിവ്യൂ. സെഞ്ച്വറി ഫിലിംസിൻ്റെ ബാനറിൽ രാജു മാത്യു ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 1983 പ്രദർശനത്തിനെത്തി. PR ശ്യാമളയുടെ കഥയാണിതിൽ അവലംബമാക്കിയിട്ടുള്ളത്. തോപ്പിൽ ഭാസി തിരക്കഥയും സംഭാഷണവും എഴുതി. ഈ ചിത്രം സംവിധാനം ചെയ്തത് PG വിശ്വംഭരൻ. മമ്മൂട്ടി, സീമ, ശങ്കർ, മോഹൻലാൽ, അംബിക, സുകുമാരി, അടൂർ ഭാസി, VD രാജപ്പൻ, പ്രതാപചന്ദ്രൻ, ഉമ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഇളയരാജ. ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഗാനമാണ് മഞ്ഞും കുളിരും കുഞ്ഞിക്കിളിയും മന്ദാരക്കാട്ടിൽ വിരുന്നുറങ്ങി. വളരെ മനോഹരമായ ഗാനമാണിത്. ശങ്കറാണിതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഇളയരാജ. ഗാനരചന ONV കുറുപ്പ്. കൃഷ്ണചന്ദ്രൻ, S ജാനകി തുടങ്ങിയവർ ആലപിച്ചിരിക്കുന്ന ഈ ഗാനം വളരെ മനോഹരം തന്നെയാണ് കേട്ടിരിക്കുവാൻ. അപ്പം ഈ ചിത്രത്തിൽ എൻ്റെ ഛായാഗ്രഹണമൊക്കെ വളരെ മികച്ചതാണ്. അതുപോലെ തന്നെ ഡോക്ടർ ബാലാദേവിയായിട്ടാണിതിൽ സീമ അഭിനയിക്കുന്നത്. സീമയുടെ സഹോദരനാണ് ശങ്കർ. ശങ്കർ ഇതിനകത്ത് തിലകൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂട്ടി, അഡ്വക്കേറ്റ് ജയമോഹൻ. അതുപോലെ തന്നെ മോഹൻലാലിന് ഇതിനകത്തൊരു നെഗറ്റീവ് റോളാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു പാവം പിടിച്ച വില്ലൻ റോൾ. അപ്പം ഇതിനകത്ത് നമുക്ക് പഴയ കാല ചിത്രമാണല്ലോ. അപ്പോൾ 80കളിലെ ചിത്രമാണെന്ന് ഏറ്റവും കൂടുതൽ മികച്ചു നിന്ന താരം തന്നെയാണ് മമ്മൂട്ടി. അപ്പം നമ്മുടെ ലാലേട്ടനെ ശരിക്കും അതിനകത്തൊരു ക്രിമിനൽ പശ്ചാത്തലമാണ് ശരിക്കും അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തെ അടിച്ച് റെഡിയാക്കുന്ന രംഗം ഇതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള സസ്പെൻസ് സ്റ്റണ്ടെന്ന് പറയുമ്പം മമ്മൂട്ടി മോഹൻലാൽ തമ്മിലുള്ളത്. അതിനകത്ത് മമ്മൂട്ടിയാണ്, അതായത് അഡ്വക്കേറ്റ് ജയമോഹനാണ് വിജയിക്കുന്നത്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കഥയെന്ന് പറയുമ്പോൾ ഡോക്ടർ ബാലാദേവിക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ്. കയ്യബദ്ധമെന്ന് പറയാൻ പറ്റില്ല. അവരുടെ അടുത്ത് ചികിത്സ തേടി, അതായത് അബോർഷന് വേണ്ടി വരുന്ന ഒരു സ്ത്രീയെ അബോർഷൻ ചെയ്യുന്ന സമയത്ത് അവർ മരിക്കുന്നു. അതാണ് ഇതിലെ കഥാതന്തു. അതായത് ബാലാദേവിയുടെ സഹോദരൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയും കൂടിയാണ് ഈ അബോർഷന് വരുന്ന കുട്ടി. അപ്പോൾ അതിൽ മരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഡോക്ടർ ബാലാദേവി പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ നിന്നും അഡ്വക്കേറ്റ് ജയമോഹനാണ് അവരെ രക്ഷിച്ചുകൊണ്ട് വരുന്നത്. കേസ് വാദിച്ച് രക്ഷിക്കുന്നു. ഇതൊക്കെയാണ് കഥ. കണ്ടിരിക്കുവാൻ വളരെ മനോഹരമായ ഒരു മൂവി തന്നെയാണിത്. അംബികയുടെ അഭിനയം എടുത്തു പറയത്തക്കതാണ്. അതുപോലെ ശങ്കർ, മോഹൻലാൽ, എല്ലാവരും, അടൂർ ഭാസി, എല്ലാവരും അവരുടെ റോൾ മികച്ചതാക്കിയിട്ടുണ്ട്. പഴയ ചിത്രമാണ്. നമുക്ക് യൂട്യൂബിൽ തിരഞ്ഞാൽ ആ സിനിമ കാണുവാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ പോലെയുള്ള വലിയ സ്റ്റണ്ടും വയലൻസും ഒന്നും അല്ലെങ്കിലും കണ്ടിരിക്കുവാൻ വളരെ മനോഹരമായ ഒരു ചലച്ചിത്രം തന്നെയാണ് സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു പൂവ് തന്നെയാണ്. വളരെ മനോഹരമാണ് ഇവരുടെ അഭിനയ മുഹൂർത്തങ്ങൾ.